വിരുന്നിൻ്റെ ടീം ഇപ്പോഴുള്ളത് മലേഷ്യയിലാണ്. ഇന്ന് വിരുന്നിൻ്റെ എപ്പിസോഡ് ധന്യമാക്കാൻ നമ്മോടൊപ്പമുള്ള അതിഥി മലേഷ്യയിലെ വളരെ പ്രശസ്തമായ മലബാർ പാലസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ മിസ്റ്റർ ജഗൻ ബാലകൃഷ്ണനാണ്. നമുക്ക് വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാം മിസ്റ്റർ ജഗൻ ബാലകൃഷ്ണനെ വിരുന്നിലേക്ക്. സർ, നമസ്കാരം. നമസ്കാരം. കേരളത്തിൻ്റെ തനത് രുചി മലേഷ്യ എന്ന ഒരു വലിയ രാജ്യത്തേക്ക് എത്തിക്കുക. കേരളക്കാർക്കുമപ്പുറം എല്ലാ രാജ്യക്കാരും, ഇപ്പം ഞാൻ ഈ ആമുഖത്തിൽ തന്നെ പറയുകയുണ്ടായി, ചൈനീസും അതുപോലെ തന്നെ മലൈ ലോക്കൽസും തമിഴ് എല്ലാ ആൾക്കാരും ഒരുപോലെ ഈ മലബാർ പാലസ് എന്ന റെസ്റ്റോറൻറ്റിലേക്ക് വരിക, ഈ ഭക്ഷണം ടേസ്റ്റ് ചെയ്യുക, നല്ല അഭിപ്രായം പറയുക, വീണ്ടും വരിക. ഇത് കേരളത്തിൽ നിന്നുള്ളൊരു വ്യക്തിയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുക എന്നുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. താങ്കൾ എങ്ങനെയായിരുന്നു ഈ ഒരു മലേഷ്യയുടെ വാസം, ഒരു പ്രവാസ ജീവിതം തുടങ്ങുന്നത് എങ്ങനെയായിരുന്നു എന്ന് പറയാം? എൻ്റെ മൂത്ത ചേട്ടൻ ഇവിടെയാണ് മലേഷ്യയിൽ. ആദ്യം പുള്ളിയാണ് വന്നത് 1998. ഓക്കെ. ഒരു കമ്പനിയിൽ മാനേജറായിട്ട് വന്ന് പിന്നെ 2002 സ്വന്തം ഒരു കമ്പനി തുടങ്ങി. അപ്പോൾ ഞാൻ ഡിഗ്രി കഴിഞ്ഞ ശേഷം ചെന്നൈയിൽ കുറച്ച് ഞങ്ങൾക്ക് റെസ്റ്റോറൻറ്റും പിന്നെ കുറേ ബിസിനസ്സും ഉണ്ട് ടി നഗറിൽ. ഓക്കെ. അച്ഛന് റെസ്റ്റോറൻറ്റാണ് ബിസിനസ്. സോ ചെറുപ്പം മുതൽ എനിക്കൊരു ഇൻട്രസ്റ്റാണ് ഫുഡിൻ്റെ ഇതിൽ. ചെറിയ വയസ്സ് മുതൽ അതിലേ നിന്നുകൊണ്ട് സോ ഇവിടെ വന്ന് ഏട്ടന് ഹെൽപ്പിംഗ് ആയിട്ടാണ് ഫസ്റ്റ് വന്ന്. പിന്നെ ഓരോ മൂവി ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളിൽ ഹെൽപ്പെല്ലാം ചെയ്യും. പിന്നെ എനിക്കൊരു റെസ്റ്റോറൻറ്റ് സ്വന്തമായിട്ട് തുടങ്ങണമെന്ന് ഒരു ആഗ്രഹം. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഇവിടെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, പക്ഷേ ഓല് വെരി കോസ്റ്റ്ലി ആവും. പിന്നെ ടേസ്റ്റ് വന്നിട്ട് നോക്കുമ്പോൾ അത്ര ഇതില്ല. എല്ലാം നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ വന്നിട്ട് വളരെ കുറവാണ് ഫൈൻ ഡൈനിങ്. ഇവിടുത്തെ ഫെസിലിറ്റീസിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിപ്പം കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നൊന്ന് പറയാം? മലബാർ പാലസ് ഫേമസ് ആവും എന്നൊരു കാരണം ഈ പാലസ് അടുത്തുള്ള കൊണ്ട്. സോ അത് ആൾക്കാർ അത് കാണുമ്പോൾ വരും. അങ്ങനെ ഞങ്ങളെ ബാൽക്കണിയിൽ നിന്ന് കണ്ടിട്ട് തന്നെ ഭക്ഷണം കഴിക്കാം. അത് ഇവിടെ ഈ കോംപ്ലക്സിൽ എവിടെയും ഇല്ല അങ്ങനത്തെ ഒരു സർവീസ്. ഞങ്ങളടുത്ത് മാത്രമല്ല, അർത്തമാ ഷോപ്പിംഗ് സെൻറ്ററിലാണ് നമ്മൾ. സോ എനിക്ക് ഒരു ഗ്രാൻഡായിട്ട് ഒരു പാലസ്, സോ അതൊരു നല്ല റീച്ച് ആയിട്ട് പിന്നെ ഇത് ഒരു വലിയ ഒരു ഇതായിട്ട് കൊണ്ടുപോകണമെന്ന് എനിക്കൊരു ചെയിൻ ഓഫ് റെസ്റ്റോറൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ ഒരു ആഗ്രഹം. സോ അതിന് ബ്രാഞ്ചസ് ഉണ്ടാക്കി മലേഷ്യ, സിംഗപ്പൂർ കുറേ ഐഡിയാക്കളുണ്ട്. തായ്ലാൻഡിൽ തുടങ്ങണം, ഇങ്ങനത്തെ കുറേ ഐഡിയാക്കളുണ്ട്. സോ അതിനെക്കൊണ്ട് മലബാർ പാലസ് എന്ന് അത് ചേർത്ത്. നമ്മളിപ്പോൾ ചോദിച്ചത് ഇവിടുത്തെ ഫെസിലിറ്റീസിനെ കുറിച്ചുണ്ടായിരുന്നു. എന്തൊക്കെ ഫെസിലിറ്റീസാണ് നമുക്കുള്ളത്? നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്? കസ്റ്റമേഴ്സിന് വന്ന് ഇവിടെ ഫംഗ്ഷൻ എടുക്കുന്നുണ്ട്, ബർത്ത്ഡേ ഫംഗ്ഷൻ പിന്നെ എനി ഫംഗ്ഷൻ. അതേപോലെ ഔട്ട്ഡോർ കാറ്ററിംഗ് ഉണ്ട്. മാരേജിനോ ഇല്ലെങ്കിൽ ബർത്ത്ഡേ ഫംഗ്ഷന്, പ്രൈവറ്റ് പാർട്ടി, പിന്നെ ഓഫീസ്, ഇങ്ങനത്തെ ഏതെങ്കിലും കോൺഫറൻസ് എന്ത് വേണമെങ്കിലും ഞങ്ങൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നു. ചെന്നൈയിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോട്ടൽ ഗ്രൂപ്പ് തന്നെ താങ്കൾക്കുണ്ട് എന്നുള്ളത്. അവിടുത്തെ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ചെന്നൈയിലെ ബിസിനസ് എന്തൊക്കെയാണ്, ആരൊക്കെയാണ് അത് മാനേജ് ചെയ്യുന്നത്, അവിടുത്തെ പ്രവർത്തനങ്ങൾ, കുടുംബം ചെന്നൈയിൽ ആരെങ്കിലും ഉണ്ടോ, അതിൻ്റെ കാര്യങ്ങൾ ഒന്ന് വിശദമാക്കാം. ചെന്നൈ ടി നഗറിലാണ് ഞങ്ങളെ അച്ഛൻ്റെ ആദ്യം വന്ന് 35 കൊല്ലം മുമ്പ് വന്ന് ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് തുടങ്ങിയത്, സ്വാമീസ് കാഫേ എന്ന് പറഞ്ഞിട്ട്. ഇന്ന് അത് കുറച്ച് വലുതായിട്ടുണ്ട്, സ്വാമീസ് കാഫേ എന്ന് പറഞ്ഞിട്ട്. സോ അതിൽ നിന്ന് എനിക്ക് ആ താല്പര്യം വന്ന് ചെറുപ്പം മുതലേ നമ്മളെ റെസ്റ്റോറൻറ്റിൽ പോവും. പിന്നെ അങ്ങനത്തെ ബിസിനസ്സിൽ എനിക്ക് ഇൻട്രസ്റ്റ് വരും, കാരണം അതാ മെയിൻ. ഇപ്പം വന്നിട്ട് എൻ്റെ അച്ഛൻ്റെ ശേഷം ഏട്ടന്മാർ, രണ്ടാമത്തെ ചേട്ടൻ അച്ഛൻ്റെ പേരെന്തായിരുന്നു? ബാലകൃഷ്ണൻ. അമ്മേൻ്റെ പേര് സുലോചന. അപ്പോൾ രണ്ടാലും ലേറ്റ്. ഇപ്പം അതിൻ്റെ ശേഷം പുള്ളിക്കാരൻ എൻ്റെ ഏട്ടൻ സാബൻ എന്ന് പറയും, സാബൻ ബാലകൃഷ്ണൻ. പുള്ളിക്കാരൻ എടുത്ത് ഇപ്പോൾ ഒരു ഔട്ട്ലെറ്റ് ഉള്ളത് ഞാളത് ഒരു 2-3 ഔട്ട്ലെറ്റായി. പിന്നെ കുറേ വേറെ ബിസിനസ്സും, മണി ചേഞ്ചും, പിന്നെ കൊറിയറിൻ്റെ ഇത് കുറേ കാര്യങ്ങൾ. ഒരു ടി നഗറിൽ ഒരു 15 പേടിയുണ്ട് പുള്ളിക്കാരന് സ്വന്തമായിട്ടല്ലേ. ഒരു വലിയ ഒരു ബിസിനസ് ആയിട്ട് അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് നന്നായിട്ട് പോകും. മലബാർ പാലസ് റെസ്റ്റോറൻറ്റിൻ്റെ MD ആയ താങ്കൾക്കും അല്ലെങ്കിൽ താങ്കളുടെ കുടുംബത്തിനും സിനിമാ രംഗവുമായിട്ടുള്ള ഒരു ബന്ധം, അങ്ങനെ എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടെങ്കിൽ അതെന്താണ്? അത് എൻ്റെ മൂത്ത ചേട്ടൻ ബോബൻ ബാലകൃഷ്ണൻ എന്ന് പറയും. പുള്ളിക്കാരൻ വന്നിട്ട് ഇന്ത്യയിൽ ആദ്യം സൗണ്ട് എഞ്ചിനീയറായിരുന്നു. പുള്ളിക്കാരൻ മലേഷ്യ വന്ന് ഇവിടെ ലോട്ടസ് ഫൈസ എന്ന് പറഞ്ഞ ഒരു വലിയ കമ്പനിയിൽ മാനേജറായിട്ട് തുടങ്ങി ആദ്യം. പിന്നെ പുള്ളിക്കാരൻ 2002 സ്വന്തം കമ്പനി തുടങ്ങി.
ഇന്ന് പുള്ളിക്കാരൻ്റെ ഒരു വലിയ കമ്പനിയാണ്. സോ ഏട്ടൻ്റെ ആ കെയർ ഓഫിൽ ആ സിനിമേൻ്റെ കോൺടാക്റ്റും കാര്യങ്ങളും അത് എനിക്കും വന്ന് എൻ്റെ ഏട്ടനും വന്നു. സോ അങ്ങനെ ഞങ്ങൾക്കൊരു താല്പര്യം, ഏട്ടനെ കണ്ടിട്ട് എനിക്കൊരു ഭയങ്കര താല്പര്യമാണ് സിനിമയിൽ ഏതെങ്കിലും ചെയ്യണോ, അങ്ങനെ ഭയങ്കര ഒരു ഇതേനു. അതിനെക്കൊണ്ട് ഞാൻ ഡിഗ്രി കഴിഞ്ഞ് പഠനം ചെന്നൈയിൽ തന്നെ മീനമ്പാഗ് AM ജെയിൻ കോളേജ് എന്ന് പറയും, അവിടെ എൻ്റെ ബാച്ചിലർ ഓഫ് കോമേഴ്സ് കഴിഞ്ഞിട്ട് എനിക്ക് ഇതിലെ താല്പര്യം സിനിമ ഇതിലൊക്കെ വേണ്ടി മൾട്ടിമീഡിയ ചെയ്യും. ആപ്ടെക്കിൽ ഈ ഗ്രാഫിക്സും പിന്നെ സൗണ്ട് എഞ്ചിനീയറും എല്ലാം ചെയ്യും. സോ എനിക്ക് ഇതിൽ ഒരു ഭയങ്കര ഒരു ഇഷ്ടമാണ്. ബിസിനസ് വേണം, പക്ഷേ സിനിമയിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യണം, അങ്ങനെ ഒരു ഭയങ്കര അതെന്താ അറിയണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര താല്പര്യം. അതിനെക്കൊണ്ടാണ് മലേഷ്യ വന്ന് ഏട്ടൻ്റെ അടുത്ത് ഒരു 3-4 കൊല്ലം ഏട്ടൻ്റെ കൂടെ ഇരുന്ന് ഫുൾ സിനിമ എന്ന് പറഞ്ഞാൽ എന്താ എല്ലാം പഠിച്ച്. സോ അതിൻ്റെ ശേഷം എനിക്ക് സൈഡിൽ ഒരു ബിസിനസ്സും വേണമെന്ന് പറഞ്ഞ് ഇപ്പോൾ ഏട്ടനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരന് തിയേറ്റർ ഉണ്ട്, പിന്നെ ഡിസ്ട്രിബ്യൂഷൻ, അതും ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതില്ലാണ്ട് എൻ്റെ ബിസിനസ്സും ഞാൻ നോക്കുന്നു. താങ്കളുടെ ഫ്യൂച്ചർ പ്ലാനിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് താങ്കളുടെ ഭാവി പരിപാടികളായിട്ടുള്ളത് എന്നൊന്ന് പറയാം. ഫ്യൂച്ചർ വന്നിട്ട് മലബാർ പാലസിനെ എക്സ്പെൻഷൻ ചെയ്യണം. ഇപ്പോൾ അടുത്ത ഔട്ട്ലെറ്റ് തുടങ്ങുന്നുണ്ട്. അങ്ങനെ സ്ലോ ആയിട്ട് മലേഷ്യയിൽ മെയിനായ സിറ്റീസിൽ തുടങ്ങണം. അതിൻ്റെ ശേഷം സിംഗപ്പൂർ, പിന്നെ തായ്ലാൻഡ്, ഇതെല്ലാം അങ്ങനെ ഡെവലപ്പ് ചെയ്യണമെന്ന് ഒരു ആഗ്രഹമാണ്. അതെല്ലാവരും ഒരേ ഇൻഗ്രീഡിയൻസ് ഒരേ ടൈമിൽ ചേർത്താൽ പോലും അതിലൊരു ടേസ്റ്റ് വരിക എന്നുള്ളത് ഒരു പ്രാധാന്യമുണ്ട്. അത് ഒരു മനസ്സിൽ നിന്ന് തന്നെ വരേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഷെഫ് എടുത്തു പോയി കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഷെഫ് ആരൊക്കെയാണ്? നമ്മുടെ സ്റ്റാഫിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് താങ്കൾ പറയാനുള്ളത്? ഇപ്പോൾ സ്റ്റാഫ് എല്ലാം വന്നിട്ട് നമ്മളെ നാട്ടിൽ നിന്നുണ്ട്, കേരളത്തിൽ നിന്നുണ്ട്, തമിഴ്നാട്ടിൽ നിന്നുണ്ട്, പിന്നെ നോർത്ത് ഇന്ത്യൻ ഉണ്ട്. കേരള ഫുഡ് ചെയ്യുവാൻ കേരളത്തിൽ നിന്ന് അവിടെയുള്ള ഷെഫുമാരാണ്. പിന്നെ തമിഴ് ഈ സൗത്ത് ഇന്ത്യൻ ഫുഡ് അങ്ങനത്തെ കാര്യങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന്. പിന്നെ നോർത്ത് ഇന്ത്യൻ നാൻ കാര്യങ്ങൾ തന്തൂരി ഇതിന് വന്നിട്ട് നോർത്ത് ഇന്ത്യൻ. സോ എല്ലാവരും മിക്സ്ഡാണ് ഇവിടെ. പിന്നെ സ്റ്റാഫ് ഞാൻ വന്നിട്ട് ഒരു ബോസ് ഒരു സ്റ്റാഫ് അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ്, ഒരു ഫ്രണ്ട്ലി ഒരു ഫാമിലി. എല്ലാവരും വന്നിട്ട് നാട് വിട്ടിട്ട് ഇവിടെ എല്ലാം പൈസ ഉണ്ടാക്കുക ഇതായിട്ടല്ല മെയിനായിട്ടുണ്ട്. സോ നല്ല ഒരു ഫ്രണ്ട്ലി ഒരു ഫാമിലി പോലെ. സാർ എന്തായാലും ഇത്രയും സമയം ഞങ്ങളുടെ വിരുന്നിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട്, മലേഷ്യൻ വിരുന്നിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. കാരണം ടേസ്റ്റിനെ കുറിച്ച്, ടൂറിസത്തെക്കുറിച്ച് ശരിക്കും മലയാളികൾ ശ്രദ്ധിക്കേണ്ട കുറച്ച്, ടൂറിസം മേഖലയിൽ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളെക്കുറിച്ച്, അതുപോലെ തന്നെ സിനിമാ മേഖല, താങ്കളുടെ ഒരു ബിസിനസ് ഗ്രൂപ്പിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. ഇത്രയും സമയം ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് സംവദിച്ചതിൽ ഹൃദയംഗമായ നന്ദിയുണ്ട്. അതോടൊപ്പം തന്നെ ഇനിയും രുചിയുള്ള കേരള ടേസ്റ്റുകൾ വിദേശ രാജ്യക്കാർക്ക് കൊടുക്കുവാൻ ദൈവം താങ്കൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വൺസ് അഗെയിൻ താങ്ക് യു വെരി മച്ച്. താങ്ക് യു. നമസ്കാരം.